ചില ചിത്രങ്ങൾ നമ്മളെ കാലത്തിന് പിന്നിലേക്ക് കൊണ്ടുപോകും. പണ്ട് ചെമ്മൺ പാതകളിലൂടെ ഉച്ചച്ചൂടിൽ തിളച്ചുമറിഞ്ഞ അംബാസഡറുകൾ ഓടിയ കാലം. ഫോട്ടോ മങ്ങിപ്പോയെങ്കിലും ഓർമ്മകൾക്ക് ഇന്നും നിറം മങ്ങിയിട്ടില്ല. കേരളത്തിലെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളിലായി രാഷ്ട്രീയ കേരളത്തിൽ ഉയർന്നു വന്ന ആരോപണ പ്രത്യാരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോയ്ക്കും അടിക്കുറിപ്പിനും പ്രാധാന്യം ഏറുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല ഇന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണിത്. രണ്ട് ഗ്രൂപ്പുകളിലായി പ്രവർത്തിക്കുമ്പോഴും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ തികഞ്ഞ പ്രവർത്തന ഐക്യമുണ്ടായിരുന്നു. ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഒരിക്കലും രണ്ട് പാർട്ടി എന്ന തലത്തിലേക്ക് പോയില്ല. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണ് 50 വർഷക്കാലം കോൺഗ്രസിൽ നിലനിന്നിരുന്ന എ-ഐ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അവസാനിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഇത് വെറുമൊരു ചിത്രവും അടിക്കുറിപ്പുമാണെങ്കിലും വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഇതൊരു താക്കീതും മറുപടിയും ഓർമ്മപ്പെടുത്തലുമാണ്. ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞത് എനിക്ക് നഷ്ടമായത് എൻ്റെ സഹോദരനെയാണ് എന്നാണ്. റീൽസിലൂടെ അല്ലാതെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചവർ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വസന്തകാലം എന്നിങ്ങനെയുള്ള കമന്റുകളും ഈ ചിത്രത്തിനു കീഴിലുണ്ട്. റീൽസിലൂടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർ എന്ന ആരോപണം യുവനിര നേതാക്കളായ ഷാഫി പറമ്പലിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഉയർന്നിരുന്നു. ഈയിടെ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമായിരുന്നു കോൺഗ്രസിലെ സതീശനിസം. എന്നാൽ അത്തരമൊരു ഇസമില്ല, ഞങ്ങൾ ആരും അങ്ങനെ പറയാറില്ല. ഞാനും ഉമ്മൻചാണ്ടിയും 18ഓളം തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തവരാണ്. തെരഞ്ഞെടുപ്പ് വിജയം എന്നത് മുഴുവൻ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ട് ഉണ്ടാകുന്നതാണെന്നും ഒരു അഭിമുഖത്തിൽ ചെന്നിത്തല മറുപടി പറയുകയുണ്ടായി. ഒപ്പം ചെറുപ്പക്കാർ കൂടുതൽ സൂക്ഷ്മത കാണിക്കണമെന്നും പറയുന്നു. ആ മറുപടിയും ഇന്ന് പോസ്റ്റ് ചെയ്ത ചിത്രത്തിന്റെ അടിക്കുറിപ്പും കൂട്ടി വായിക്കുമ്പോൾ ചിലതൊക്കെ തെളിഞ്ഞു കാണാം. തെരഞ്ഞെടുപ്പ് പരിശോധനയ്ക്കിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസുകാരോട് കയറിയതിനെതിരെ ആക്ഷേപമുയർന്നിരുന്നു. ഇതിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചതായും വാർത്തകൾ വന്നിരുന്നു. അൻവറുമായി പാതിരാത്രി ചർച്ചയ്ക്ക് പോയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രവൃത്തിക്കെതിരെയും നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ യുവനിര നേതാക്കളായ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും അപക്വമായ രീതികളെ അഭിമുഖത്തിലൂടെ വിമർശിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തന സമയത്തെ ചെറിയ വാക്കുകൾ പോലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നും ചെന്നിത്തല പറയുന്നു. കുറിക്കുകൊള്ളുന്ന രീതിയിൽ എന്തും തന്ത്രപരമായി പറയുന്ന ഒരു ശൈലി രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവിന് പണ്ടേയുണ്ട്. അത്തരത്തിലൊരു മറുപടിയോ താക്കീതോ ഈ ചിത്രത്തിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകാം.